കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ് മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ്. വേറൊരു കാര്യമുണ്ട്, ദിവ്യ ഇങ്ങനെയുള്ള കുറെ ഇപ്പോഴത്തെ പിന്നണി ഗായകരുടെ പേരൊക്കെ വെച്ചിട്ട് പറഞ്ഞു അവരെല്ലാം ഇങ്ങനെ ഉയർന്നു വന്നവരാണ് എന്നൊക്കെ പറഞ്ഞു എന്നോട്. എനിക്കിതിലൊന്നും മറുപടിയില്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത്രേ ഉള്ളൂ. ഇപ്പോഴുള്ള ഒരു പ്രശസ്ത നടന്റെ ഒരു കെയർ ഓഫിൽ വന്നൊരു ഷോ ആയിരുന്നു, കുവൈറ്റിലോ ദുബായിലോ ആണെന്ന് തോന്നുന്നു. എന്നോട് ആ പുള്ളി ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചു, സഹകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. പല്ലക്കിൽ വേളിപ്പയ്യൻ, കല്യാണ പല്ലക്കിൽ വേളിപ്പയ്യൻ എന്നെ കാണാനെത്തിയ മണവാളനായി എതിരേൽക്കാൻ കച്ചേരി നാദസ്വരം പറയാൻ വയ്യാതെ നവിൻ കൊടിയേറ്റമായി എവിടെ പനിനീർ പന്തൽ. വെൽക്കം ബാക്ക് ലാവൻഡർ പ്ലസ്. ഞാൻ നിങ്ങളുടെ നിമിഷ പിങ്കി. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രൊഫഷണൽ സിംഗറും വോയിസ് ഇമിറ്റേഷനിലൂടെ നമുക്കെല്ലാം സുപരിചിതയായതും ദിവ്യ. വെൽക്കം ദിവ്യ. ദിവ്യ ഫ്ലവേഴ്സ് ടിവിയിലൂടെ കോമഡി ഉത്സവത്തിലൂടെ അല്ലേ കൂടുതലായിട്ടും ആൾക്കാരെ അറിഞ്ഞു തുടങ്ങിയത്? അതെ. അപ്പോ അതിലോട്ടുള്ള വരവ് എങ്ങനെയായിരുന്നു? കോമഡി ഉത്സവത്തിൽ അതൊരു കോയിൻസിഡൻസ് എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഒന്നാമത്തെ കാര്യം, ഞാൻ വെറും ഒരു സിംഗർ മാത്രമാണ്. വോയിസ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം എൻ്റെ ലൈഫിലേ ഇല്ല. രാജേഷ് കടവന്ത്ര എന്നുള്ളൊരു ഗ്രൂമർ, കോമഡി ഉത്സവത്തിലെ ഗ്രൂമറിൻ്റെ ഒരു ഒറ്റ ധൈര്യത്തിലായിരിക്കും ഞാൻ ചിലപ്പോൾ അത് ചെയ്തത്. ഒരുപക്ഷെ അവൻ പ്രോത്സാഹനം തന്നില്ലെങ്കിൽ ഞാൻ ഫ്ലവേഴ്സിൽ എത്തത്തേ ഇല്ലായിരുന്നു, ഉറപ്പായിട്ടും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അനുരാധ ശ്രീറാം, അവരുടെ വോയിസാണ് വൈറലായതെന്ന് തോന്നുന്നു. ആ വോയിസും അവൻ തന്നെയാണ് ധൈര്യം തന്ന് പാടിയ ഓക്കെ ആവും, ഒന്ന് ജസ്റ്റ് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവനാ പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കോമഡി ഉത്സവത്തിൽ വന്നത്. ഓക്കെ, അത് ഏത് സോങ് ആണ്? അതൊന്ന് പാടാവോ? പാടാലോ. കറുപ്പ് തായ എനക്ക് പൊടിച്ച കളറ്, കറുപ്പ് തായ എനക്ക് പൊടിച്ച കളറ്, അവ കണ്ണു രണ്ടും എന്നെ മയക്ക് തവസം വാട്സപ്പ് പവറ്, കറുപ്പ് തായ എനക്ക് പൊടിച്ച കളറ്, சாமி கருப்புத்தா சாமி சிலையும் கருப்புத்தா, யானை கருப்புத்தா கோயில கருப்புத்தா, என்ன ஆசைப்பட்டு கொஞ்சம் போது குத்திர மீச கருப்புத்தா, அசத்த கருப்புத்தா, கருப்புத்தா எனக்கு பிடிச்ச கலரு, அவ கண்ணு ரெண்டும் என்ன மயக்கு தவச வாட்ஸ்அப் பவரு, கருப்புத்தா எனக்கு பிடிச்ச கலரு. ഐസ് ആയിട്ടുണ്ട്, അടിപൊളി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വോയിസ് ഇടയ്ക്ക് ഇതിൽ കേട്ടായിരുന്നു, ചാനലിൽ കേട്ടായിരുന്നു, പക്ഷെ ഡയറക്റ്റ് ആയിട്ട് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. ഈ ഫ്ലവേഴ്സിൽ എത്ര സ്റ്റേജസ് ചെയ്തിട്ടുണ്ട്? എനിക്ക് തോന്നുന്നൊരു 8 പ്രാവശ്യം ഞാൻ കോമഡി ഉത്സവത്തിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് സ്റ്റേജ് ഷോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? അതെ. അപ്പം അതെങ്ങനെയാണ്, എപ്പോഴാണ് സ്റ്റേജ് ഷോ, ഫസ്റ്റ് സ്റ്റേജ് ഷോ എത്ര വയസ്സിലായിരുന്നു? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രൊഫഷണൽ സിംഗറായിട്ട് ആദ്യമേ വരുന്നത്. പ്രൊഫഷണൽ സിംഗറായിട്ട് 10ാം ക്ലാസ്സിലാണെങ്കിലും 8ാം ക്ലാസ് മുതലേ ഭക്തിഗാനമേള തുടങ്ങിയ എല്ലാ വേദികളിലും ഞാൻ ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ സിംഗറായിട്ട് 10ാം ക്ലാസ് മുതലാണ്, ഇന്നലെ വരെ തുടർന്നു. ഓക്കെ, ലാസ്റ്റ് ഇപ്പൊ എവിടെയൊക്കെ സ്റ്റേജ് ഷോസ് എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ സ്റ്റേജ് ഷോ കേരളത്തില് എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുണ്ട്, ചെയ്യണമല്ലോ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. പുറത്തോട്ട് ഗൾഫ് ഷോ, ബഹ്റൈൻ, കുവൈറ്റ്, എല്ലായിടത്തും, മലേഷ്യ, സിംഗപ്പൂർ, എല്ലാം നല്ല 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 പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ട്രൂപ്പ് മീൻസ് ഒരു ടീം കാണുമല്ലോ? അതെ അതെ അതെ. ഏത് ടീമാണ്? ഞാൻ ആദ്യം മുതലേ പന്തളം ബാലൻചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് 16 വയസ്സിലായിരുന്നു പന്തളം ബാലൻചേട്ടന്റെ കൂടെ പാടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു 20 വർഷത്തോളം ഗാനകേരളി എന്ന ശശി മലമാരി അറിയപ്പെടുന്ന ഒരു പെർക്യൂഷൻ ആർട്ടിസ്റ്റാണ്, പുള്ളിയുടെ ട്രൂപ്പിലാണ് പാടിക്കൊണ്ടിരുന്നത്. 20 വർഷവും അവിടെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പാലാ കമ്മ്യൂണിക്കേഷനിലോട്ട് പോകുന്നത്. ഇപ്പൊ വോയിസ് ഇമിറ്റേഷൻ സോങ് വരുമെന്ന് പറഞ്ഞില്ലേ, എത്ര വോയിസ് ചെയ്യാൻ പറ്റും? വോയിസ് ഇമിറ്റേഷൻ കുറെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ക്ലിക്കായത് അനുരാധ ശ്രീറാം, ബോംബെ ജയശ്രീ, പിന്നെ ഇളയരാജ സാറിന്റെ മകൾ ഭവതരണി, ഇവരുടെ വോയിസാണ് കൂടുതൽ ക്ലിക്കായെന്ന് പറയാം. ഒരുപാട് ആൽബം സോങ്സ് ഒക്കെ പാടിയിട്ടില്ലേ? പാടിയിട്ടുണ്ട്.
നമുക്ക് സ്വന്തമായിട്ട് എഴുതി പാടാറുണ്ടോ? അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതൊരു ഓണത്തിന് അങ്ങ് സംഭവിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടി ഞാനൊരു പാട്ട് ചെയ്തായിരുന്നു. എൻ്റെ സ്വന്തം വരി തന്നെ ചിങ്ങമീ നാളിൽ എന്ന് തുടങ്ങുന്ന മലമാരി ശശിചേട്ടൻ ഓർക്കസ്ട്രേഷൻ ചെയ്ത ഒരു പാട്ട് ഇറങ്ങിയായിരുന്നു. പത്തനാപുരം ജോസേട്ടനും ഞാനും കൂടെ തന്നെയാണ് പാടിയിരിക്കുന്ന ആ പാട്ട്. നല്ലൊരു വർക്കായിരുന്നു. പിന്നെ ഇനി വേറൊരു വർക്ക് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുവൈറ്റ് ബഹറിലുള്ള ഒരു ചേട്ടൻ്റെ ഒരു നല്ല കുറച്ച് വരികളായിരുന്നു. ആ പുള്ളിയുടെ ഒരു ആവശ്യമായിരുന്നു മ്യൂസിക് ചെയ്യണമെന്ന്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ആഷികാവണിയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് പുറത്ത് പോയി ലാസ്റ്റ് ഷോ ചെയ്തത് എപ്പോഴാണ്? ലാസ്റ്റ് പുറത്തോട്ട് പോയി ചെയ്തത് എനിക്ക് തോന്നുന്നു അജ്മാൻ, ഷാർജ ആ സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത്. എത്ര നാളായി കാണും? കുറെ നാളായി. ഇപ്പൊ ഞാൻ ഗൾഫ് ട്രിപ്പ് കുറെ നാളായി ഇപ്പൊ ചെയ്തിട്ട്. എന്തുകൊണ്ട് ഇപ്പൊ ചെയ്യാത്തത്? പുറത്തോട്ട് പോയി കുറച്ച് തിക്തമായ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോ ആദ്യമൊന്നും നമുക്ക് അങ്ങനെ ഗൾഫ് ട്രിപ്പ് പോകുന്ന വലിയ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് ഗൾഫ് ട്രിപ്പ് എന്ന് പറയുമ്പോഴേ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നത് വേറെ പല കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? എന്താ ചോദിക്കുന്നത്? എന്തൊക്കെയാണെന്നത് തുറന്നു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴുള്ളൊരു പ്രശസ്ത നടന്റെ ഒരു കെയർ ഓഫിൽ വന്നൊരു ഷോ ആയിരുന്നു. കുവൈറ്റിലോ ദുബായിലോ ആണെന്ന് തോന്നുന്നു. എന്നോട് ആ പുള്ളി ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചു, സഹകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. പക്ഷെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ദിവ്യയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് ചോദിക്കും. ദിവ്യ സംസാരിച്ചോ, പേയ്മെന്റ് എങ്ങനെയാണെന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പുള്ളി ചോദിച്ച ഉടനെ ഒരു ബന്ധവുമില്ല, എന്നെ കണ്ടിട്ട് പോലും ഇല്ല പുള്ളി നേരിട്ട്. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് എത്രത്തോളം ധൈര്യത്തിൽ സഹകരിക്കാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവർക്കത് സ്ഥിരം ഒരു ഏർപ്പാടായതുകൊണ്ടല്ലേ അത് ചോദിക്കുന്നത്. അതിനുശേഷം ഞാൻ കൂടുതൽ ഇതില് ഒരു ഗൾഫ് ട്രിപ്പിന് പോകാൻ വേണ്ടി ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, ശ്രമിച്ചിട്ടില്ല. അതാണ് സത്യം. ഓക്കെ, പുള്ളി അങ്ങനെ പറഞ്ഞപ്പോ ദിവ്യ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്തത്? അല്ല, എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഒന്നാമത് എനിക്ക് പുള്ളിയെ നേരെ അറിയത്തില്ല. എന്റെ സ്വഭാവം അനുസരിച്ച് എങ്ങനെ പ്രതികരിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ ഞാൻ ഒരുപാട് മെസ്സേജ് ഇട്ടു. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാര്യം ആ സമയത്ത് കൊറോണ ടൈം എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം കിട്ടിയാൽ ഭയങ്കര ഒരു കുടുംബമെല്ലാം നമുക്കത് പ്രോഗ്രാമൊക്കെ വളരെ കുറവായിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ആയി വന്നപ്പോൾ ഞാൻ ഒരുപാട് ആശിച്ചിരുന്നു, ഒരു പ്രോഗ്രാം കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പുള്ളി അങ്ങനെ അത് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനത് പുള്ളിക്ക് പക്ഷെ അവസാനം എൻ്റെ മെസ്സേജൊക്കെ കണ്ടിട്ട് പുള്ളി അവസാനം എന്നോട് സോറി ചോദിച്ചു. അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ആരുടെ ഞാൻ ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല. ഇതിപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലും പറയേണ്ടി വന്നു. അതുപോലെ പുറത്തോട്ട് നല്ലൊരു ഷോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നല്ലൊരു ഷോ വന്നാൽ പോവും. പക്ഷെ ഇതാണ് ഇപ്പൊ നടക്കുന്നത്. എങ്ങനെയാണ് ഞങ്ങളിപ്പോ പോയില്ലെങ്കിൽ അതിന് പകരം വേറെ പിള്ളേരുണ്ട്, വേറെ പിള്ളേരുണ്ട്. നമ്മുടെ സ്ഥാനത്ത് ഒരുപാട് സിംഗേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മള് ഇതിന് സഹകരിച്ചില്ലെങ്കിൽ സഹകരിച്ചു പോകുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഷോ ഇല്ലെങ്കിലും എനിക്ക് വിഷമമില്ല. ഞാൻ ഇവിടെ അത്യാവശ്യം പ്രോഗ്രാം ഉണ്ട്, അതെല്ലാം വെച്ച് പോവാൻ നമുക്കറിയാം. അപ്പൊ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം പൊതുവില് ഇങ്ങനെ ഷോസ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് പറയുന്നില്ലേ, അപ്പൊ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും? എല്ലാവരുടെ കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് വന്ന അവസ്ഥ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെ കാര്യം എങ്ങനെയാണോ എന്ന് അറിയത്തില്ല. അല്ല, വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് എന്നോട് എന്റെ കൂടെ കൂട്ടുകാരികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, സഹകരിക്കാൻ തയ്യാറാവണമെന്ന് ചോദിച്ചവരുണ്ട് പച്ചയ്ക്ക്. അപ്പൊ അവരൊക്കെ അവരോട് എങ്ങനെയാ റെസ്പോണ്ട് ചെയ്തതെന്നറിയോ? ഒന്നുകിൽ ആ ഷോ വേണ്ടാന്ന് വെക്കും. അതാണ് ഇപ്പോഴും ഈ എന്താ പറയാ ലോ ലെവലിൽ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാരും എന്താ പറയണ്ടേ, ഇങ്ങനെ ഒരു സംഭവം അത്യാവശ്യം ഇപ്പൊ പിന്നണി ഗായകരായി നിൽക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് പാടുന്നവര് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഗാനമേള സിംഗേഴ്സ് തന്നെ ഉണ്ട്. എന്തുകൊണ്ട് അവര് കയറി പോകുന്നില്ല? ഇതൊക്കെയാണ് കാരണം. വരുന്ന അവസരങ്ങള് നമ്മള് ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും വേണ്ടാന്ന് വെക്കും. ദിവ്യയുടെ ഒരു അനുഭവം പറഞ്ഞു, ഇതുപോലെ വേറെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? വേറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഇതുപോലെ ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ കൂടുതൽ അങ്ങനെ ആക്റ്റീവ് ഉള്ള ഒരാളൊന്നും അല്ലായിരുന്നു. ഇപ്പോഴേ ഈ ഒരു 6 മാസത്തിന് ഇപ്പുറം വെച്ചിട്ടാണ് തോന്നുന്നു ഇൻസ്റ്റയിൽ ആക്റ്റീവായി തുടങ്ങി. അതിന് മുന്നേ ഇൻസ്റ്റയിൽ എനിക്കൊരു റിക്വസ്റ്റ് വന്നായിരുന്നു. അപ്പൊ അതില് ഞാൻ പേര് പറയുന്നില്ല, അതിന്റെ ഫോട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി ആരുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന്. മനസ്സിലായപ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് ഇട്ടു, ദിവ്യയുടെ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമായി. പുള്ളിയുടെ ആവശ്യവും ഇതായിരുന്നു, അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഒരുമാതിരി പുള്ളിയെ ഒഴിവാക്കിയതുപോലെ സംസാരിച്ചായിരുന്നു. പക്ഷെ പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാൻ വേണ്ടി ഞാൻ കുറെ നേരം പുള്ളിയോട് സംസാരിച്ചു.
അപ്പോൾ ആ സമയത്ത് കൊറോണ ടൈം ആയിരുന്നതുകൊണ്ട് എൻ്റെ ഇൻസ്റ്റയിൽ കുറേ ഫീമെയിൽസിൻ്റെ ഒക്കെ ഒരുമിച്ചിരിക്കുന്ന കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ആവശ്യം ആ ഇടത് സൈഡിൽ ഇരിക്കുന്ന കുട്ടി സഹകരിക്കാൻ തയ്യാറാണോ, വലത് സൈഡിൽ ഇരിക്കുന്ന കുട്ടി തയ്യാറാണോ, ഇതൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് കോമഡി ആയിട്ടും ഫീൽ ചെയ്തു. എന്നിട്ട് പുള്ളി പറയുന്ന കാര്യം ഇതാണ്, അവരുടെ അടുത്ത് ദിവ്യ പറഞ്ഞാൽ കേൾക്കത്തില്ലേ എന്നൊക്കെ ഉള്ളൊരിത്. കൊടുക്കാൻ വേണ്ടിട്ടാണോ പറയുന്നത്? സത്യം പറഞ്ഞ അവസാനം പുള്ളി തന്നെ അവസാനം എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. അതാണ് അവസാനം ഉണ്ടായത്. എന്റെ പേരൊന്നും ഞാൻ വെളിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഫോട്ടോയിൽ കൂടെ ഉണ്ടായിരുന്നവരടുത്ത് ഇത് പറഞ്ഞായിരുന്നോ, ഇങ്ങനെയാണ് ചോദിച്ചു ഇങ്ങനെയൊക്കെ? ഇല്ല, ഞാൻ ഒരാളടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ആരുടെ അടുത്തും അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല. ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല? ഇല്ല, തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു കുപ്രസിദ്ധിയിലൂടെ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയിട്ടില്ല ഇതുവരെയ്ക്കും. ഞാനൊരു 3 വർഷത്തിന് മുന്നേ ആയിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ദിവ്യയുടെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു പിന്നണി ഗായിക ആകണം എന്നായിരിക്കും പറയുന്നത്. പക്ഷെ ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്തോ താല്പര്യമില്ല. നമ്മളത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഒരുപാട് എനിക്ക് തന്നെ അറിയാവുന്നുള്ള ഇപ്പൊ ഗായത്രി ചേച്ചി, ഗായത്രി ജ്യോതിഷ്, അതുപോലെയുള്ള കുറച്ച് എൻ്റെ ടീച്ചറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ സിംഗേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊന്നും ഇവിടെ നിൽക്കേണ്ട സിംഗേഴ്സ് ഒന്നും അല്ല. വേറെ വലിയ 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 സിനിമയിലൊക്കെ പാടി പേരെടുക്കേണ്ട ആർട്ടിസ്റ്റുകളാണ്. ഒരുപാട് കഴിവുള്ള ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ ആ പുള്ളി പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ദിവ്യ ഇങ്ങനെയുള്ള കുറെ ഇപ്പോഴത്തെ പിന്നണി ഗായകരുടെ പേരൊക്കെ വെച്ചിട്ട് പറഞ്ഞു അവരെല്ലാം ഇങ്ങനെ ഉയർന്നു വന്നവരാണ് എന്നൊക്കെ പറഞ്ഞു എന്നോട്. എനിക്കിതിലൊന്നും മറുപടിയില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത്രേ ഉള്ളൂ. ഫേവറേറ്റ് സിംഗർ മെയിലും ഫീമെയിലും വോയിസില് ആരൊക്കെയാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ ചിത്ര ചേച്ചി, ശ്രേയ ഘോഷലാണ്. രണ്ടുപേരുടെ പാട്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഞാൻ പാടുന്നത് രണ്ടുപേരുടെ പാട്ട് തന്നെയാണ്. മെയിൽ വോയിസില് യൂഷ്വലി ദാസാറാൻഡ് എം ജി ശ്രീമാറേട്ടൻ. ഇഷ്ടപ്പെട്ട സിംഗറുടെ ഒരു പാട്ട് ഒന്ന് പാടാവോ? പാടാം. ഞാൻ ചിത്ര ചേച്ചിയുടെ താരാട്ടിന്റെ ചിത്രപല്ലവി എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിനുവേണ്ടി ഒരു പാട്ട് പാടിയായിരുന്നു. എനിക്കായിരുന്നു കേരളത്തില് അതിന് ഫസ്റ്റ് കിട്ടിയത്. അതിന്റെ പാട്ട് പാടാം. ശരത് സാറിന്റെ മ്യൂസിക്കുള്ള സോങ്ങാണ് ഞാൻ അന്ന് പാടിയത്. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്, മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ്, കൈവളരാൻ നേരം പദമായിരം വേണം, നീ വളരാൻ നേരം കണ്ണായിരം വേണം, വാലിട്ടു കണ്ണിഴുതി കിളിപ്പാട്ട് കൊഞ്ചേണം, കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. സൂപ്പർ 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 സൂപ്പർ. ഒരുപാട് പിന്നണി ഗായകരുമായിട്ട് സ്റ്റേജിൽ പാടിയിട്ടില്ലേ? ആരൊക്കെ ആയിട്ടൊക്കെ പാടിയിട്ടുള്ളത്? ഞാൻ എനിക്ക് തോന്നുന്നു ദാസാറിന്റെ ഫ്രണ്ടിലും പാടാൻ പറ്റിയിട്ടുണ്ട്. എം ജി ശ്രീകുമാറേട്ടൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. മധു ബാലകൃഷ്ണൻ ചേട്ടൻ ഇപ്പോഴല്ലേ മുൻനിര നിൽക്കുന്ന ഏതാണ്ട് എല്ലാ സിംഗറിന്റെ കൂടെയും പാടിയിട്ടുണ്ട്. ഇത്രയും പേരുടെ കൂടെ പാടിയിട്ടും എന്തുകൊണ്ടാ ദിവ്യ പ്രൊഫഷണലി സിംഗർ ആയിട്ടും പ്ലേബാക്ക് സിംഗർ ആവാത്ത എന്തുകൊണ്ടാ? എനിക്ക് തോന്നുന്നത് തലവരെയായിരിക്കാം. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ. കാര്യം ഗാനകേരളി എന്ന് പറഞ്ഞ ട്രൂപ്പിൽ പാടുമ്പോൾ അൻവർ സാദത്ത് അടക്കമുള്ള സിംഗേഴ്സ് എല്ലാവരും, ഈ നിത്യാമാമന് പോലും ഞങ്ങൾ ഒരുമിച്ച് നിത്യാമാമൻ പാടുന്നതിന് മുന്നേ ഒരുമിച്ച് ഞങ്ങൾ ഒരു സ്റ്റേജിൽ പാടിയിട്ടുള്ളവരാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. അതൊരു തലവരെയാ പിന്നണി ഗായകരാകുക എന്നൊക്കെ ഉള്ളത്. അതൊരു ഒരു ഭാഗ്യം തന്നെയാണത്. ഓക്കെ ഓക്കെ. ആ ഭാഗ്യം ദിവ്യക്ക് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ള, അപ്പം പ്ലേബാക്ക് സിംഗർ ആവാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ടോന്നോ? ഇനി ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കത്തില്ല. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. എന്നൊരു പ്ലേബാക്ക് സിംഗർ ആയിട്ട് പ്ലേബാക്ക് സിംഗർ ആയിട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കേണ്ട ആളല്ല. ഇപ്പോഴും ഈ ഗാനമേള ഫീൽഡിൽ നടക്കേണ്ട ഒരാളെ അല്ല ഞാൻ.
ഇപ്പോഴും ഗാനമേള സ്റ്റേജ് ഷോസ് ഒക്കെ ആയിട്ട് ഇപ്പോഴും നടക്കുവാണ്. അതെ അതെ, കൊച്ചു ചെറിയ വരുമാനം ഉള്ളെങ്കിലും എനിക്കിപ്പോ അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. എങ്ങനെയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഫീൽഡിൽ തന്നെ പിടിച്ചു നിൽക്കണം എന്നുള്ളത് തന്നെയാണല്ലേ? ഫീൽഡ് തന്നെ പിടിച്ചു നിൽക്കണം എന്ന് വെച്ചാൽ ഈ സിംഗറായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം എന്നുള്ളത് തന്നെയാണല്ലേ? ഞാന് ഈ വോയിസ് ഇമിറ്റേഷൻ ഒക്കെ ചെയ്തപ്പോ എനിക്ക് അഭിനയിക്കാനുള്ള അവസരം വന്നിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് പക്ഷെ അതിനോടൊരു താല്പര്യം ഇല്ലെന്നല്ല, എനിക്ക് അതിനൊരു ചമ്മലാ. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നില്ലേ? നമുക്ക് ചമ്മല് മാറ്റാലോ. ഇനി ക്യാമറയുടെ മുന്നിൽ 2-3 പ്രാവശ്യം വരുമ്പോ അത് ചേഞ്ച് ആവത്തില്ലേ? ഇനി നാളെ ഒരു അവസരത്തിൽ എന്തെന്ന് പറയാൻ പറ്റത്തില്ല. ദിവ്യക്ക് എത്ര കുഞ്ഞുങ്ങളാ? എനിക്ക് 2 മക്കളാ ഉള്ളത്. ഒരാൾ ഇപ്പൊ +1 പഠിക്കുന്നു, ഒരാൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മക്കളെങ്ങനെ പാടും? സിംഗറാണ് അവരും? ഈ ഫീൽഡിലോട്ട് വരാനുള്ള ചുവടുവെപ്പ് തുടങ്ങിയിട്ടുണ്ടോ? മോള് പാടുമെന്ന് വെച്ചാൽ പാടും, പക്ഷെ പാടാൻ ഇച്ചിരി മടിയാണ്. പക്ഷെ ഭയങ്കര ഡാൻസറാ, ഭയങ്കര ആറ്റിറ്റ്യൂഡാ. അതിന് ഒരു സ്റ്റെപ്പ് കണ്ടു പഠിക്കാൻ ഭയങ്കര മിടിക്കുക രണ്ടുപേരും. ഡാൻസിന് മോന് ആരടുത്തും ഒരു ശല്യമില്ലാതെ ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃത. മോള് ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പഠിപ്പിക്കാത്തതാ. അല്ല, അവള് സ്വന്തമായിട്ട് ഇപ്പൊ കളിക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാ. അപ്പൊ അതിലോട്ട് ഇപ്പഴേ തിരിച്ചു വിടണ്ടാന്ന് വിചാരിച്ചിട്ടാ. അല്ല, എന്നാലും ഡാൻസ് പഠിപ്പിക്കാമല്ലോ. പഠിപ്പിക്കാം. ഓക്കെ, പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്ത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, നമുക്കൊരു പാട്ടായാലോ? ദിവ്യയുടെ വൈറലായ ഒരു പാട്ടുണ്ടല്ലോ, കല്യാണ. അത് ഇളയരാജയുടെ മകൾ ഭവതരണിയുടെ വോയിസ് അനുകരിച്ചതാണ്. ആ പാട്ട് അത്യാവശ്യം റേറ്റിംഗ് ആയ ഒരു പാട്ടായിരുന്നു. അതിനൊരു പല്ലവി കുറച്ച് പേര് പാടാം. ഓക്കെ, ഒന്ന് പാടാം. കല്യാണ പല്ലക്കിൽ വേളിപ്പയ്യൻ, കല്യാണ പല്ലക്കിൽ വേളിപ്പയ്യൻ, എന്നെ കാണാനെത്തിയ മണവാളനായി, എതിരേൽക്കാൻ കച്ചേരി നാദസ്വരം, പറയാൻ വയ്യാതെ നവിൻ കൊടിയേറ്റമായി. എവിടെ പനിനീർ പന്തൽ, എവിടെ പുതുമോടികൾ, എവിടെ കനകച്ചാന്ത്, എവിടെ എൻ തോഴിമാരോ, കല്യാണ പല്ലക്കിൽ വേളിപ്പയ്യൻ, എന്നെ കാണാനെത്തിയ മണവാളനാ, എന്നെ കാണാനെത്തിയ മണവാളനാ. താങ്ക് യു. ദിവ്യ പാടിയ എല്ലാ പാട്ടും ഇപ്പൊ 3 സോങ് പാടി, എല്ലാം അടിപൊളിയാ, ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാ പാട്ടും. താങ്ക് യു. എന്തായാലും ഒരുപാട് സന്തോഷം. നേരിട്ട് ഈ പാട്ടുകളൊക്കെ എനിക്ക് കേൾക്കാനും ആസ്വദിക്കാനും പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഈ കഴുത്തില് ഒരു ടാറ്റു ഉണ്ടല്ലോ, നല്ല ഭംഗിയാണ്. എന്ത് ടാറ്റു ഒന്ന് കാണട്ടെ? ഓക്കെ, മൈക്കും പിടിച്ചോണ്ടിരിക്കുന്നതാണല്ലേ? അതെ. ഇത് ഒരു ടാറ്റു, കയ്യിലൊരു മയിൽപ്പീലിയുണ്ട്. ഇത് രണ്ടും എൻ്റെ ഒരു ഫ്രണ്ട് അഭിജിത്ത് എന്ന് പറയുന്നൊരു ഡ്രമ്മറാണ്. പുള്ളിക്കാരന്റെ വൈഫ് ടാറ്റു കിട്ടും എന്ന് പറഞ്ഞൊരു കിഡ്സ് എന്ന് പറഞ്ഞൊരു കട ഇട്ടിട്ടുണ്ട്. അവരെനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തന്നെയാണ്. അല്ലാതെ സിംഗർ ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ടാറ്റു ഇവിടെ തന്നെ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ആക്ച്വലി ദിവ്യയുടെ സോങ്ങും ആ ടാറ്റു ആണ് ഫസ്റ്റ് നമ്മള് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ സാധാരണ ഐസ് ടു ഐ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ദിവ്യയെ കണ്ടപ്പോഴത്തേക്ക് ഫസ്റ്റ് ആ ടാറ്റു അതാണ് ഫോക്കസ്. നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇത് 1 മിനിറ്റേ എടുത്തുള്ളൂ, പക്ഷെ ഇത് 3 മണിക്കൂർ എടുത്തു ടാറ്റു ചെയ്യാൻ. ഇതാ നല്ല പെയിൻ ആയിരുന്നു. സെൻസിറ്റീവ് ഏരിയ ഉണ്ടായിരുന്നു. ഓക്കെ, ദിവ്യ ഇപ്പോ പ്ലേബാക്ക് സിംഗേഴ്സുമായിട്ട് ഒരുപാട് സ്റ്റേജ് ഷെയർ ചെയ്യും. ഇപ്പോഴും അതേപോലെ സ്റ്റേജ് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ റീസെന്റ് അൻവർ സാദത്തിന്റെ കൂടെയാണ് ലാസ്റ്റ് പാടിയത്. റീസെന്റ് ഇപ്പൊ പുറത്തോട്ട് എന്തായാലും പോവാറില്ലല്ലോ, ഇവിടെ തന്നെയാണ്? ഇപ്പൊ കുറച്ച് നാളായി പുറത്തോട്ടൊക്കെ പോയിട്ട്. ഓക്കെ, അതൊരു അമേരിക്കൻ ട്രിപ്പ് വന്നതാ ഇടയ്ക്ക്. അതും ഇതുപോലെ തന്നെയായിരുന്നു. ആ പുള്ളിക്കാരന് അമേരിക്കയില് വിളിക്കാനാണോ എന്തിനു വിളിക്കുന്ന പുള്ളിക്ക് പറഞ്ഞോട്ടോ. ഞാൻ അവസാന ദേഷ്യം വന്ന് പിന്നെ കോൾ എടുക്കാതായി. എന്തിനാ വിളിക്കുന്നത്? ഒരു കാര്യം പറയത്തില്ല, പ്രോഗ്രാമിന്റെ ഒരു കാര്യം പറയത്തില്ല. പുള്ളി ചുമ്മാ വിശേഷം ചോദിക്കാൻ വിളിക്കുക. എന്തിനു വിളിക്കുന്നു? വെറുതെ കോണ്ടാക്ട് കിട്ടി വിളിക്കുന്നു. അങ്ങനെ ഒരു രീതിയിൽ വിളിക്കുന്നു. പ്രോഗ്രാമിന് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പ്രോഗ്രാമിന് എന്ത് ചെയ്യും, നിങ്ങൾ ഏത് പാട്ടാ പാടുന്നത്, ഇതൊന്നും ചോദിക്കത്തില്ല. വെറുതെ വിളിച്ച് കഴിച്ചോ തിന്നോ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചോണ്ടിരിക്കുന്നു. നമുക്കൊന്നും തലയിൽ കൂടെ വണ്ടി ഓടണ. അപ്പൊ അതുകൊണ്ട് അതും ഇല്ല. 2 അമേരിക്കൻ ഷോ വന്ന്, രണ്ടും ഇതുപോലെ തന്നെയാ. അപ്പൊ ഷോയ്ക്ക് വേണ്ടിട്ടാണോ ഇല്ലെന്നുള്ള ഒരു ഡൗട്ടും നമുക്ക് വിശ്വസിച്ച് പോകാനുള്ള ബുദ്ധിമുട്ട്. ഞാന് ഇടയ്ക്കൊരു ബഹ്റിൻ ട്രിപ്പ് പോയായിരുന്നു. MSV നൈറ്റ് ആയിരുന്നു.
MS വിശ്വനാഥന്റെ പാട്ടുകൾ മാത്രം വെച്ചിട്ടുള്ള. അതും അതിലും വലിയ കോമഡിയാ. പക്ഷെ ഇവിടുന്ന് കുറച്ച് പരിചയമുള്ള ആൾക്കാരാണ് പോയത്. അവിടെ പോയപ്പം ഒരാൾക്ക് ഇതേ ആവശ്യം. അവസാനം ഞാൻ ശമ്പളം പോലും വാങ്ങാതെ ഞാൻ തിരിച്ചു വന്നു. പുള്ളി ശമ്പളം തന്നില്ല രണ്ടുപേർക്ക്. ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കീബോർഡിസ്റ്റ്, ഇവിടെ നിന്ന് പോയ കീബോർഡിസ്റ്റിന് എനിക്ക് മാത്രമാണെന്ന് തോന്നുന്നു ശമ്പളം തരാത്തത്. റീസൺ ഇതാണല്ലേ? റീസൺ ഇതാണ് കാര്യം. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നില്ല. ഇതാണ് കാര്യം. എനിക്ക് തോന്നുന്നു അന്ന് ചായ കുടിക്കാൻ പോലും എയർപോർട്ടിൽ പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നിട്ടുണ്ട്. അപ്പം ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ. ഇനി ആരൊക്കെ ഇനി എന്ത് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ഇല്ലെന്ന് ആരും പറയത്തില്ല. ഇതൊക്കെ ഒരു പരസ്യമായിട്ടുള്ള രഹസ്യം തന്നെയാണ് ഇതെല്ലാം. എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും ഇനി ഇതിനെ പൊക്കി പിടിച്ചോണ്ട് ആര് വന്നാലും എനിക്ക് ഇതേ പറയാൻ. എന്റെ അനുഭവമാണല്ലോ എനിക്ക് പറയാൻ പറ്റും. പറയാം അവരിങ്ങനെ പാടുന്നില്ല, ഇവരിങ്ങനെ പാടുന്നില്ല, അവർ ഉയർന്നു വന്നില്ലേ. എനിക്കും അതിലൊന്നും പറയാനില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ എനിക്കിതേ പറയാനുള്ളൂ. എന്റെ അവസ്ഥ ഇതായ അവസ്ഥ നമ്മളെ അനുഭവമല്ലേ നമുക്കറിയാം. അത്രേ ഉള്ളൂ. അപ്പൊ അവര് പോയത് ചിലപ്പം വേറെ എന്തെങ്കിലും ഭാഗ്യം കൊണ്ട് ചിലപ്പോ അവരുടെ ഭാഗ്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് അതിനുള്ള ഗഡ്സ് ഉണ്ട്. അവർക്ക് എനിക്കിതിനെ പറ്റി വേറെ ഒന്നും പറയാനില്ല. അതാ ഞാൻ ഈ വിഴുങ്ങി പറയുന്നത്. കുഞ്ഞുനാള് മുതലേ ഈ ഫീൽഡിലോട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പം കുഞ്ഞുനാള് മുതലേ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടാണോ വന്നത്? ശാസ്ത്രീയ സംഗീതം അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. കുഞ്ഞുനാള് മുതലേ എനിക്ക് തോന്നുന്നു അച്ഛനൊക്കെ പാടുന്ന ആൾക്കാരാണ്. അമ്മ നാടൻ നടിയായിരുന്നു. അങ്ങനെയുള്ള കഴിവാണ്. അപ്പൊ പഠിച്ചിട്ടേയില്ല? പഠിച്ചിട്ടില്ലേന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രിക്ക് മ്യൂസിക് മെയിൻ ആയിരുന്നു എടുത്തത്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ല്ലേ ആ സമയത്ത് ഒരുപാട് പ്രോഗ്രാംസ് ഗാനകേരളയിലായിരുന്നു. ആ സമയത്ത് ഫുൾ ടൈം, അതായത് മാസങ്ങളോളം വീട്ടിൽ വരാതിരുന്ന പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അല്ല, കുഞ്ഞുനാള് മുതലേ സംഗീതം പാടുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അപ്പോഴേ സ്റ്റേജിൽ പാടുമായിരുന്നു? 4ാം ക്ലാസ്സിലൊക്കെ വെച്ച് തന്നെ സ്റ്റേജിലൊക്കെ പാടും. അതെങ്ങനെയാ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു 4ാം ക്ലാസ്സില്? സ്റ്റാർട്ടിങ് ചാവടുന്ന വെങ്ങാനൂർ മോഡൽ HS അവിടെയാണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ ടീച്ചർ തന്നെയാണ് ക്ലാസ്സിൽ ഒരു പ്രാവശ്യം എല്ലാവരെയും പാടിപ്പിച്ചപ്പോ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ടീച്ചർ തന്നെയാണ് കണ്ടുപിടിച്ചത്. പിന്നെ ഇപ്പോഴത്തെ സ്റ്റാർ സിംഗറിൽ വായിക്കുന്ന കീബോർഡിസ്റ്റ് അനൂപേട്ടനാണ് ആദ്യമായിട്ട് എനിക്ക് ലളിതഗാനം പഠിപ്പിച്ചു തരുന്നത്, കോമ്പറ്റീഷന് വേണ്ടി. അതിന്റെ സബ് ജില്ലയിൽ ഫസ്റ്റ് ആയിരുന്നു ലളിതഗാനത്തിനൊക്കെ. അനൂപേട്ടനാണ് ആ സമയത്ത് പാട്ടെല്ലാം പഠിപ്പിച്ചു തരുന്നത്. പിന്നെ എനിക്ക് ആ സമയത്ത് പത്തനാപുരം ജോസേട്ടനും കുഞ്ഞിലെ എന്നെ പാട്ട് പഠിപ്പിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അനൂപേട്ടന്റെ ചേട്ടൻ അനിച്ചേട്ടനും എന്നെ പാട്ട് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആക്കാൻ സാഹചര്യം അനുവദിച്ചിട്ടില്ല. കുഞ്ഞുനാളെ മുതലേ സ്റ്റേജില് പാടാനൊക്കെ പോവായിരുന്നില്ലേ? അപ്പം കൊണ്ടുവരുന്നതൊക്കെ ആരാണ്? അമ്മ തന്നെയാണ്. അമ്മ, പിന്നെ അമ്മയുടെ അനിയത്തി, ചിലപ്പോ സഹോദരങ്ങൾ ആരെങ്കിലൊക്കെ വരും. പിന്നെ മാരേജിന് ശേഷം പിന്നെ ഞാൻ ഒരു 2 വർഷത്തോളം പ്രോഗ്രാമിന് പോകാതിരുന്നു. പിന്നെ കുഞ്ഞെല്ലാം ആയതിനു ശേഷമാണ് വീണ്ടും പ്രോഗ്രാമിന് പോയി തുടങ്ങിയത്. ഗായികയായിട്ട് തുടർന്നിട്ട് കുറെ വർഷം, ഏകദേശം 10-30 വർഷമായെന്നല്ലേ പറയുന്നത്? അപ്പം ഇതിനകത്ത് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? മെച്ചപ്പെടാൻ പറ്റി, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. കാര്യം എന്റെ ജീവിതശൈലി അതായതുകൊണ്ടായിരിക്കാം ഞാൻ കൂടുതൽ ലോണുകൾ എടുക്കാറില്ല, ആവശ്യമില്ലാതെ ആരെയും കടം വാങ്ങാറില്ല. ഉള്ള പൈസ കൊണ്ട് ഓണം പോലെ പോവുക എന്നുള്ള ഒരു രീതിയാണ് എനിക്ക്. പിന്നെ വീടൊന്നും, സ്വന്തമായിട്ട് വീടുണ്ട്, പക്ഷെ പൂർത്തിയായിട്ടില്ല. വീടെല്ലാം പണിപ്പുരയിലാണ് ഇപ്പോഴും. അതൊക്കെ ഇനിയും കുറച്ചു നാൾ കഴിയണം. അതൊന്നും ഇപ്പൊ ശരിയാവും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇനി അടുത്ത സീസണിൽ വരുമ്പോ കുറച്ചുകൂടെ മെച്ചപ്പെടുമായിരിക്കും. എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ സാധാരണ ജീവിതം, സാധാരണ ഒരു ലൈഫ് മെച്ചപ്പെട്ടാൽ നമുക്ക് അതിനനുസരിച്ചുള്ള. അതെ 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 അതെ. ഓക്കെ. പിന്നെ കുഞ്ഞിലെ സ്കൂളുകളിലൊക്കെ മത്സരങ്ങളും അങ്ങനെയൊക്കെ പോയിട്ടില്ലേ? തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. ജില്ല, സബ് ജില്ല അങ്ങനെയൊക്കെ എത്ര പോയിട്ടുണ്ടോ? ഞാൻ സബ് ജില്ലയിൽ ലളിതഗാനത്തിന് എനിക്ക് ഫസ്റ്റ് ആയിരുന്നു. ജില്ലയിൽ പോകാൻ പറ്റിയില്ല. ഹയർ സ്റ്റഡീസ് ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ഡിഗ്രി വരെ പഠിച്ചു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല. അത് മ്യൂസിക് ആയിരുന്നു. ഓക്കെ. ഈ അനൂപേട്ടൻ ലളിതഗാനം പഠിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ കുഞ്ഞിലെ? അപ്പം ആ പാട്ടൊന്ന് പാടാവോ? ഓർമ്മയുണ്ടാവോ? ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയതല്ലേ? അതെ അതെ, അത് ദാസാറ് പാടിയ പാട്ടാണ്. അതൊന്ന് പാടാവോ? പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ടേൻ, പല്ലവി പരിചിതമല്ലോ. പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ടേൻ, പല്ലവി പരിചിതമല്ലോ.
കേൾക്കുമ്പോഴാ സാന്ദ്രഗാനം നിലച്ചു ഉണർത്തിയരാ കുയിലെവിടെ എവിടെ. സൂപ്പർ സൂപ്പർ. അന്ന് പഠിച്ച പാട്ട് ഇപ്പോഴും അത് എനിക്ക് ഇത് ആദ്യമായിട്ട് പഠിച്ച പാട്ടായത് കൊണ്ടായിരിക്കാം ഇത് നല്ല ഓർമ്മയായി പാട്ട്. അത് അത്രയ്ക്ക് ഇഷ്ടവുമാണ്. അത്രയ്ക്ക് അത് ഇഷ്ടമാണ്. പാടിയത് കേട്ടപ്പോ മനസ്സിലായി കാര്യം അത്രയും ലയിച്ച്. പക്ഷെ ഞാനിപ്പോ പാടുന്നതിനെ കാട്ടി അനൂപേട്ട ഇതിന്റെ ഇരട്ടിക്ക് പാടും. അത്ര നന്നായിട്ട് പാടും അനൂപേട്ട. അല്ല മീൻസ് അത്രയും ലയിച്ച് പാടുന്നത് മീൻസ് അത്രയും ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫീല് കിട്ടി, അതുകൊണ്ടാ ചോദിച്ചേ. അത് എന്തായാലും അത്രയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് തന്നെയാണ്. അതെ അതെ. ദിവ്യ കേരളത്തിലുള്ള ഒരുപാട് ട്രൂപ്പുകളിൽ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്ന എത്ര ട്രൂപ്പുകൾ ഉണ്ടാവും? ഇപ്പൊ ഞാൻ പാടിയിട്ടുള്ള മിക്ക ട്രൂപ്പുകളും ഇപ്പോഴും ഉണ്ട്. പന്തളം ബാലൻചേട്ടന്റെ ട്രൂപ്പുണ്ട്, ഗാനകേരളി ഇപ്പോഴുണ്ട്. പക്ഷെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ, പാലാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ട്രൂപ്പില് നമ്മളെല്ലാവരും എല്ലാ സിംഗേഴ്സും പാടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ട്രൂപ്പാണ് കമ്മ്യൂണിക്കേഷൻ. പക്ഷെ അതൊരു എന്തോ കോ ഇൻസിഡൻസ് ആയിട്ടാണ് എനിക്കൊരു അവസരം അതിനകത്ത് പാടാൻ കിട്ടിയത്. ആ ട്രൂപ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ ഒരു പഞ്ച്വാലിറ്റി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കറക്റ്റ് ടൈമിന് വരിക, ഒരു 3 മണിക്കൂറിന് മുന്നേ സ്റ്റേജിൽ വരിക, ഒരു ടെൻഷൻ ഇല്ലാത്തൊരു പരിപാടി. ശരിക്കും ഒരു ഗവൺമെന്റ് ജോലി പോലെ ആയിരുന്നു അതിനകത്ത്. ഒരു 240 സ്റ്റേജോളം ഒരേ പാട്ട്, മിൻസാര പൂവേ മിൻസാര പൂവേ എന്ന് പറഞ്ഞ പാട്ട് 240 സ്റ്റേജിൽ ഞാൻ പാടിക്കാണും. മിൻസാര പൂവേ പെൺപൂവേ നീ തീണ്ട വേണ്ടം എന്നോട് വാരാய் എന്നാസை ஓசை கேளாய் மலையில் பொன்மார்வினில் நான் துயில் கொள்ள வேண்டும் காலையில் உன் கண்களில் நான் வெயில் காய வேண்டும் சகியே 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 என் மீசைக்கும் ஆசைக்கு பூசைக்கு நீ வேண்டும் மின்சார கண்ணா மின்சார கண்ணா என் மன்னா என் நாடை கேட்டு என் பின்னை வாராய் என் ஆசை ஓசை கேளாய். സൂപ്പർ 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 സൂപ്പർ. ന്യൂ ജനറേഷൻ സിംഗേഴ്സ് ഒക്കെ വന്നു, റാപ്പ് സോങ്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ ഗാനമേള അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടോ? മീൻസ് താഴോട്ട് പോയിട്ടുണ്ടോ ന്യൂ ജനറേഷൻസ് വന്നപ്പോ? താഴോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഇപ്പൊ ഒരു 1, 2, 3 ട്രൂപ്പേ ഉള്ളൂ ഇപ്പോ അത്യാവശ്യം പ്രോഗ്രാംസ് ഉള്ള ടീം എന്ന് പറയാം. കാര്യം ഇപ്പൊ ബാൻഡ് കാര്യങ്ങളൊക്കെ ബാൻഡ് വന്നതിന് ശേഷം ഒരുപാട് ടീമുകൾ ഉണ്ടായിരുന്ന ടീമുകളൊന്നും ഇല്ല ഇപ്പോ. അവരൊക്കെ എവിടെ പോയി? പാലാ കമ്മ്യൂണിക്കേഷനെ പോലുള്ള അത്യാവശ്യം നല്ല പേരുള്ള ടീമുകൾ, അവർക്കൊക്കെ നല്ല പ്രോഗ്രാംസും ഉണ്ട്. കാര്യം അത് അവര് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ലേബലാണ്. കാര്യം അത്യാവശ്യം നല്ല സിംഗേഴ്സും ആൾക്കാർക്ക് അവരുടെ അടുത്തൊരു വിശ്വാസമുണ്ട് പ്രോഗ്രാം വിജയിക്കുമെന്നൊരു. അതായിരിക്കും അവർക്ക് ഇത്രയും പ്രോഗ്രാം കിട്ടാനും. അതുപോലെ 1, 2 വേറെ ട്രൂപ്പുകളും ഉണ്ട്, അത്യാവശ്യം നല്ല പ്രോഗ്രാംസ് ഉള്ള ടീമുകളുണ്ട്. പക്ഷെ ഈ ബാൻഡ് വന്നതിന് ശേഷം കുറെ പ്രോഗ്രാംസ് ഒക്കെ പോയി. ഇപ്പൊ ബാൻഡുകാർ തന്നെയാണ് വാഴുന്നത്. സ്വാഭാവികമായിട്ടും ഈ റാപ്പ് സിംഗേഴ്സും ബാൻഡും ഒക്കെയാണ് ഇപ്പം ആളുകൾക്ക് കാണാൻ കൂടുതൽ ഇഷ്ടവും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ വേടനെ പോലുള്ള സിംഗറും ഫെജോയെ പോലുള്ള സിംഗറെല്ലാം നല്ലതാണ്. പക്ഷെ ഗാനമേളയും അതുപോലെ അതിനൊപ്പം നിൽക്കുന്നതല്ലേ? എനിക്ക് പക്ഷെ എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് വേടനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വേടന്റെ പാട്ടുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാന് സത്യം പറഞ്ഞ ഗാനമേളയ്ക്ക് മെലഡി പാട്ട് മാത്രം കൈകാര്യം ചെയ്യുന്നിരുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാം വെറൈറ്റി പാട്ടുകൾ, എല്ലാ പാട്ടും ഞാൻ പാടും. അപ്പൊ വേടന്റെ പാട്ടും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി നല്ലൊരു പാട്ട് തീർച്ചയായിട്ടും. ഫ്ലവേഴ്സിൽ പാടിയ പാട്ട് നാ സൂടാന മോഹിനി എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത് 1, 2 സ്ഥലത്ത് പ്രോഗ്രാമിന് പോയപ്പോ അവിടുത്തെ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പാടാം. നാ സൂടാന മോഹിനി കൈ തീണ്ടാത മകനെ നാ സൂടാന മോഹിനി കൈ തീണ്ടാത മകനെ വരിയാ മാപ്പിള വരിയാ വരിയാ മാമന വരിയാ എന്നെ തൊട്ട് പുട്ട് പോകാം മക്കട്ടിക്കിട്ട് പോകത്ത വരിയാ മാപ്പിള വരിയാ എ വരിയാ മാമന വരിയാ എ വരിയാ മാപ്പിള വരിയാ വരിയാ മച്ചാനെ വരിയാ നാ സൂടാന മോഹിനി കൈ തീണ്ടാത മകനെ
നാസൂടാന മോഹിനി കൈ തീണ്ടാത മകനെ. നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് അടിപൊളി മനോഹരമായിരുന്നു. താങ്ക് യു. അപ്പോൾ ലാവൻഡർ പ്ലസിലേക്ക് നമ്മൾ ക്ഷണിച്ചപ്പോൾ വന്ന ദിവ്യക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുന്നു. ഈ ലാവൻഡർ പ്ലസ് എന്ന് പറഞ്ഞ ചാനലിലേക്ക് എന്നെ വിളിച്ച ഇതിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെയും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനി ഒരുപാട് ഉയരങ്ങളിലോട്ട് പോകട്ടെ, പ്ലേബാക്ക് സിംഗറൊക്കെ ആവട്ടെ. താങ്ക് യു ദിവ്യ.